ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് ഗ്രൂപ്പ് എക്സ് ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. സെറ്റ് 3 ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. സോ എന്തൊക്കെയാണ് ഈ ഭാഗത്തെ ചോദ്യങ്ങളെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. എ പെൻഡുലം ക്ലോക്ക് ദാറ്റ് കീപ്സ് കറക്റ്റ് ടൈം ഓൺ ദ എർത്ത് ഈസ് ടേക്കൺ ഇൻ ടു മൂൺ ഇറ്റ് വിൽ റൺ. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു പെൻഡുലം ക്ലോക്ക് ഉണ്ട്. അത് എർത്തിൽ കറക്റ്റ് ടൈമാണ്. അത് മൂണിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാവുന്ന ടൈമിൽ എന്ത് ചേഞ്ചാണ് ഉണ്ടാവുന്നത്? ഓപ്ഷൻ എ അറ്റ് കറക്റ്റ് റേറ്റ്, ഓപ്ഷൻ ബി അറ്റ് 6 times ഫാസ്റ്റർ, ഓപ്ഷൻ സി √6 times ഫാസ്റ്റർ, ഓപ്ഷൻ ഡി √6 times സ്ലോവർ. സോ നമുക്കിതിൻ്റെ ടൈം പീരീഡ്, എർത്തിലെ ടൈം പീരീഡ് അറിയാം. ടി ഈസ് ഈക്വൽ ടു 2π√L/g, ജി ഡാഷ് ഈസ് ഈക്വൽ ടു g/6. സോ ഈ ഒരു വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, അതായത് ഈ ടൈം പീരീഡ് മുകളിൽ പോകുമ്പോൾ ഉണ്ടാകുന്നത് ടി ഡാഷ് ഈസ് ഈക്വൽ ടു 2π√L/g/6. സോ ഈ ഒരു 6 മുകളിലോട്ട് പോകും. ടി ഈസ് ഈക്വൽ ടു 2π√6L/g. സോ ഈ ഒരു √6 നമ്മൾ പുറത്തോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ വരും. √6 2π√L/g. ഇവിടെ ഈ 2π√L/g എന്നുള്ളത് പിന്നെ എർത്തിൻ്റെ ടൈം പീരീഡാണ്. സോ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. ടി ഡാഷ് ഈസ് ഈക്വൽ ടു √6t. അപ്പം ഇതിൻ്റെ വാല്യൂ പിന്നെ ഇവിടെ മുകളിലുണ്ടാവുന്ന ടൈം പീരീഡ് എന്നുള്ളത് √6 times സ്ലോവറാണ്. അടുത്ത ചോദ്യം. എ ബാർ മാഗ്നറ്റ് ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ് M ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് B. ദ ടോർക്ക് എക്സേർട്ടഡ് ഓൺ ഇറ്റ് ഈസ്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്, അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് M ആണ്. അതൊരു മാഗ്നറ്റിക് ഫീൽഡ് ബിയിലോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ടോർക്ക് എന്തായിരിക്കും? ഓപ്ഷൻ എ M.B, ഓപ്ഷൻ ബി -M.B, ഓപ്ഷൻ സി M×B, ഓപ്ഷൻ ഡി -B×M. സോ നമുക്ക് ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ ആണ് ടോർക്ക് ഈസ് ഈക്വൽ ടു MB sin θ. സോ ഇത് എങ്ങനെയൊക്കെ എഴുതാം? M×B. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി M×B. അടുത്ത ചോദ്യം. ഇൻ എ ഫുൾ വേവ് റെക്ടിഫയർ ഓപ്പറേറ്റിംഗ് ഫ്രം 50 Hz മെയിൻസ് ഫ്രീക്വൻസി ദ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഇൻ ദ റിപ്പിൾ വുഡ് ബി. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ഫുൾ വേവ് റെക്ടിഫയർ ഓപ്പറേറ്റ് ചെയ്യുന്നത് 50 Hz മെയിൻസിലാണ്, അത്രയും ഫ്രീക്വൻസിയിലാണ്. അപ്പോൾ നമ്മളോട് കാണാൻ പറയുന്നത് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഇൻ റിപ്പിൾ എന്നാണ്. സോ ഓപ്ഷൻ എ 100 Hz, ഓപ്ഷൻ ബി 250 Hz, ഓപ്ഷൻ സി 25 Hz, ഓപ്ഷൻ ഡി 50 Hz. സോ റിപ്പിൾ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 2 × F ഇൻപുട്ട്, അതായത് കൊടുക്കുന്ന ഫ്രീക്വൻസി. സോ 2 × നമ്മളവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത് 50 Hz ആണ്. സോ 100 Hz ആണ് വരുന്നത്. സോ ആൻസർ ഓപ്ഷൻ എ. അടുത്ത ചോദ്യം. ദ വർക്ക് ഡൺ ഇൻ ക്യാരിയിങ് എ ചാർജ് Q വൺസ് അറൗണ്ട് എ സർക്കിൾ ഓഫ് റേഡിയസ് R വിത്ത് എ ചാർജ് Q പ്ലേസ്ഡ് അറ്റ് ദ സെൻറ്റർ വിൽ ബി. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് സെൻറ്ററിൽ ഒരു Q ചാർജ് ഉണ്ട്, ദെൻ അതിൻ്റെ റേഡിയസ് R ആണ്. അപ്പോൾ ഇവിടെയൊക്കെ ഈ സർക്കിളിലായിട്ട് എന്തെങ്കിലും ഒരു ചാർജ് Q ഉണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന വർക്ക് ഡൺ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ എല്ലാ ഭാഗത്തുള്ള ചാർജ് എന്ന് പറയുന്നത് എന്താണ്? Q ആണ്. സോ ഇതിൻ്റെ ഇതൊരു സർക്കുലർ പാത്ത് ആയതുകൊണ്ട് എല്ലാ ഭാഗത്തും ഉണ്ടാവുന്ന ചാർജ് V ആണ്. സോ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് VA - VB എന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എല്ലാ ഭാഗത്തുള്ള ചാർജ് Q ആണ്. സോ വർക്ക് ഡൺ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. സോ അതിൻ്റെ കാരണം ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ അവിടെ ഉണ്ടാകുന്ന വർക്ക് ഡൺ 0. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം. ദ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് എ പെയർ ഓഫ് കോയിൽ ഈസ് 0.75 ഹെൻറി ഇഫ് കറണ്ട് ഇൻ ദ പ്രൈമറി കോയിൽ ചേഞ്ചസ് ഫ്രം 0.5 ആംപിയർ ടു 0 ഇൻ 0.01 സെക്കൻഡ്. ഫൈൻഡ് ദ ഇൻഡ്യൂസ്ഡ് EMF ഇൻ സെക്കൻഡറി കോയിൽ. ഇപ്പോൾ ഇവിടെ കാണാൻ പറഞ്ഞിട്ടുള്ളത് ഇൻഡ്യൂസ്ഡ് EMF ആണ്. സോ ഇൻഡ്യൂസ്ഡ് EMF E ഈസ് ഈക്വൽ ടു MdI/dt. സോ എമ്മിൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 0.75 ഹെൻറി ഇൻറ്റു DI 0.5 ആംപിയർ ഡിവൈഡ് ബൈ ടൈം ഇവിടെ തന്നിട്ടുണ്ട് 0.01
സെക്കൻഡ്. സോ ഇനി ഇവിടെ താഴെയും മുകളിലും 100 മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരും 75 × 0.5 ഡിവൈഡഡ് ബൈ 1, അതായത് 75 × 0.5. സോ 37.5 വോൾട്ടാണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഇഫ് L ഈസ് ദ ലെങ്ത് ഓഫ് ദ വയർ സോ ദാറ്റ് ഇറ്റ് ബ്രേക്സ് ബൈ ഇറ്റ്സ് ഓൺ വെയ്റ്റ് ദെൻ L ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു വയറിൻ്റെ ലെങ്ത്ത് L ആണ്. അപ്പോൾ അത് അതിൻ്റെ വെയിറ്റ് കൊണ്ട് തന്നെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ L ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ഓപ്ഷൻ എ L ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/2 ρg, ഓപ്ഷൻ ബി 1/2 ρg, ഓപ്ഷൻ ബി 1/3 ρg, ഓപ്ഷൻ സി 1/4 ρg, ഓപ്ഷൻ ഡി 1/ρg. ഇവിടെ ഉണ്ടാകുന്ന ബ്രേക്കിംഗ് സ്ട്രെസ് S = W/A ആണ്, അതായത് ഇതിൻ്റെ വെയിറ്റ് ബൈ ഏരിയ. സോ ഇതിൻ്റെ വെയിറ്റിന് നമുക്ക് എങ്ങനെ കൊടുക്കാം? mg/a. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു മാസിന് നമുക്ക് ρAL × g എന്ന് കൊടുക്കാം. എ എന്ന് പറയുന്നത് അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്, ഡിവൈഡഡ് ബൈ എ. സോ എയും കട്ട് ചെയ്തു. S = ρLg. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് എല്ലിൻ്റെ ഇക്വേഷനാണ്. സോ L ഈസ് ഈക്വൽ ടു S ഡിവൈഡഡ് ബൈ ρg. സോ L ഈസ് പ്രൊപ്പോർഷണൽ ടു 1/ρg. സോ ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ദ ആവറേജ് സ്പീഡ് ഓഫ് എ ബോഡി മൂവിങ് വിത്ത് എ യൂണിഫോം ആക്സിലറേഷൻ ട്രാവലിംഗ് എ ഡിസ്റ്റൻസ് ഓഫ് 3 meter is 0.30 meter/second. If the change in velocity of the body is 0.18 meter/second during this time, then its uniform acceleration is. ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ഒബ്ജക്റ്റ് 3 മീറ്റർ സഞ്ചരിക്കുകയാണ്. അപ്പോൾ അത് യൂണിഫോം ആക്സിലറേഷനിലാണ്. അതിനുണ്ടാകുന്ന ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 0.30 meter/second ആണ്. സോ അതിൻ്റെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് 0.18 meter/second ആണ്. അങ്ങനെയെങ്കിൽ അവിടെ ഉണ്ടാകുന്ന യൂണിഫോം ആക്സിലറേഷൻ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ ആക്സിലറേഷൻ A ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.18 meter/second ഡിവൈഡ് ബൈ ടൈം. അപ്പോൾ ടൈം നമുക്ക് തന്നിട്ടില്ല, പക്ഷേ ഈ ഫസ്റ്റ് കണ്ടീഷൻ ഉപയോഗിച്ച് നമുക്ക് സമയം കണ്ടുപിടിക്കാം. സോ T ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇവിടെ 3 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം 0.30 meter/second സ്പീഡാണ്. സോ ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് 3/0.30 എന്നത് 10 സെക്കൻഡ് ആണ്. സോ ഇനി നമുക്ക് ഈ ഒരു വാല്യൂ 10 സെക്കൻഡ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 0.18 ഡിവൈഡഡ് ബൈ 10. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 0.018 meter/second². സോ 0.018 meter/second² ഓപ്ഷനിലില്ല, ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് 0.01 meter/second² ആണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്, 0.01 meter/second². അടുത്ത ചോദ്യം, എ തിൻ യൂണിഫോം സർക്കുലർ റിംഗ് ഈസ് റോളിംഗ് ഡൗൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഓഫ് ഇൻക്ലിനേഷൻ 30 degree വിത്തൗട്ട് സ്ലിപ്പിംഗ്. ഇറ്റ്സ് ലീനിയർ ആക്സിലറേഷൻ അലോങ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഈസ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു തിൻ യൂണിഫോം സർക്കുലർ റിംഗ് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ 30 degree ഇൻക്ലിനേഷനിൽ റോൾ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ ആണ് നമ്മോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ ഉണ്ടാകുന്ന ലീനിയർ ആക്സിലറേഷൻ, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഉണ്ടാകുന്ന ലീനിയർ ആക്സിലറേഷൻ A ഈസ് ഈക്വൽ ടു G sin θ ഡിവൈഡഡ് ബൈ 1 + I/mr². സോ I എന്ന് പറയുന്നത് ഇവിടുത്തെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, അതായത് ഒരു സർക്കുലർ റിംഗ് ആണ് പറയുന്നത്. സർക്കുലർ റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ mr² ആണ്. സോ ഈ ഒരു ഇക്വേഷൻ G sin θ ഡിവൈഡഡ് ബൈ 1 + mr² ഡിവൈഡഡ് ബൈ mr² വരും. സോ ഇവിടെ sin θയുടെ വാല്യൂ 1/2 ആണ്. ഇവിടെ mr² ഡിവൈഡ് ബൈ mr² എന്നത് ക്യാൻസൽ ആകുമ്പോൾ എന്ത് വരും? 1 വരും. സോ ഈ ഒരു വാല്യൂ ഇറ്റ് ഈസ് ഈക്വൽ ടു G ഡിവൈഡ് ബൈ 1/2 ഇൻറ്റു ഈ 1 പ്ലസ് 1 കൂടെ ഉണ്ടാവും, അതായത് mr² ഡിവൈഡ് ബൈ mr² എന്താണ്? 1 ആയിട്ട് മാറും. സോ വാല്യൂ G ഡിവൈഡ് ബൈ 2 × 2 4.
സോ ആൻസർ ഓപ്ഷൻ സി ആണ്, g/4 ആണ് ഇവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ. അടുത്ത ചോദ്യം, ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മാഗ്നറ്റൈസേഷൻ എം വേഴ്സസ് മാഗ്നറ്റൈസിങ് ഫീൽഡ് എച്ച് കർവ് ഫോർ എ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഈസ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ എം വേഴ്സസ് എച്ച് കർവ് എങ്ങനെയായിരിക്കും. ഇവിടെ 4 കർവ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എക്സ് ആക്സിൽ എടുത്തിട്ടുള്ളത് എച്ചും വൈ ആക്സിൽ എടുത്തത് എമ്മും ആണ്. സോ 4 കർവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് ഇങ്ങനെ പോകുന്നിട്ട് പിന്നെ ഇവിടെ കോൺസ്റ്റൻ്റ് ആവുകയാണ്. ഇത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് പോവുകയാണ്. ഇവിടെയും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ നെഗറ്റീവിലോട്ടാണ്, ഇവിടെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു പോസിറ്റീവിലോട്ടാണ്. ദെൻ ഇവിടെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ വന്നിട്ട് വീണ്ടും ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് മാറുകയാണ്. സോ ഏതായിരിക്കും ഇതിലെ എം വേഴ്സസ് എച്ച് കർവ്? ഓപ്ഷൻ എ ആണ് ശരിത്തരം, അതായത് എ കർവ്, അതായത് എം പ്രൊപ്പോർഷണൽ ടു എച്ച് ആണ്. സോ ഇതെപ്പോഴും എന്തായാലും പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, അതായത് എം > 0.